സകല ലോകത്തിൻ്റെ രാജാവും എൻ്റെ കർത്താവുമായ നമ്മുടെ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ആ ധന്യവും നിസ്തുല്യ നാമത്തിൽ വീണ്ടും എല്ലാ ദൈവമക്കൾക്കും ഹൃദ്യമായി സ്നേഹവന്ദനം അറിയിച്ചുകൊണ്ട് നമ്മുടെ ക്രിസ്ത്യൻ ചെലീറ്റിൻ്റെ വേറൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ഒരുപാട് പേർക്കും ഒരാശയക്കുഴപ്പം ഇല്ല എന്ന് തോന്നുന്ന, തനിക്ക് നിങ്ങൾക്ക് പൂർണ്ണമായി അറിയാമെന്ന് നിങ്ങൾ വിചാരിക്കുന്ന ഒരു ചെറിയ വേദഭാഗം, ഒരു വാക്യം എടുത്തിട്ട് നമുക്ക് അതിനെപ്പറ്റിയുള്ള നമ്മുടെ ഒരു സ്റ്റഡിയാണ്, ഒരു പ്രൊഫൗണ്ട് സ്റ്റഡിയാണിത്. ഞാൻ സാധാരണ ഇങ്ങനെയുള്ള വീഡിയോകൾ ക്രിസ്ത്യൻസിൽ ഇടാറില്ല. കാര്യം എൻ്റെ ബൈബിൾ സ്റ്റുഡൻസ് ഉണ്ടല്ലോ, സിസ്റ്റമാറ്റിക് ബൈബിൾ സ്റ്റഡിയിലെ സ്റ്റുഡൻസ് ഉണ്ടല്ലോ, അവരുടെ സിലബസിൻ്റെ ഭാഗമാണ്. അവരുടെ സിലബസിൻ്റെ ഭാഗമായി വരുന്ന കാര്യങ്ങളൊന്നും പബ്ലിക് വീഡിയോയിൽ ഇടാറില്ല. പക്ഷേ ഇത് പബ്ലിക്കിന് പ്രയോജനം ഉണ്ടാകുന്ന ഒരു മെസ്സേജ് അതിനകത്തുണ്ടെന്ന് എനിക്ക് തോന്നി. അപ്പം സം ഓഫ് യു കുഡ് ബി സർട്ടൻലി ബെനിഫിറ്റഡ്. ദാറ്റ്സ് വാട്ട് ഐ തിങ്ക് ഇൻ ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മ പ്രേരണയിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇത് നിങ്ങൾക്കൊരു പക്ഷെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വളരെയധികം നിങ്ങളുടെ ക്രിസ്ത്യ ജീവിതത്തിൽ, നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ, ദൈവമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിൽ ഒരുപാട് ദൃഢത തരുമെന്നാണ്. ഞാനാകുന്നവൻ ഞാനാകുന്നു. ഇത് 3500 വർഷങ്ങൾക്ക് മുൻപ് ദൈവത്തിൻ്റെ ദാസനായ മോശയും ദൈവവും തമ്മിൽ ഹോരേബ് പർവ്വതത്തിൽ വെച്ച് കണ്ടുമുട്ടുമ്പോഴുണ്ടായ എ സീരീസ് ഓഫ് ഡയലോഗ്സിൻ്റെ ഒരു ഡയലോഗാണിത്. മോശയുടെ ബാക്ക്ഗ്രൗണ്ട് മുഴുവൻ നിങ്ങൾക്കറിയാം, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. വേറൊരു പ്രോബ്ലം ഉണ്ടേ, അറിയാമെന്ന് നിങ്ങൾ വിചാരിച്ചിരിക്കല്ലേ? അറിയത്തില്ലെന്ന് ഞാൻ പറയുന്നില്ല, ഞാനതിനെ നിങ്ങളെ വിഷമിപ്പിക്കുന്നത്. പക്ഷെ നിങ്ങൾ എൻ്റെ സിസ്റ്റമാറ്റിക് ഇരുന്നിരുന്നെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമായിരുന്നു മോശയുടെ ബാക്ക്ഗ്രൗണ്ട് നമുക്കറിയത്തില്ലെന്നുള്ളത്. അതുവരെ നിങ്ങൾ അറിയാമെന്നുള്ള ധാരണയിൽ നിന്ന് വെച്ചാൽ മതി. നിങ്ങളുടെ കോൺഫിഡൻസ് ലെവലിനൊക്കെ ഒരു കുഴപ്പമുണ്ടാകണ്ട. 40 വർഷത്തെ തൻ്റെ ദീർഘമായ മരുഭൂ പ്രയാണം ആടുകളുമായിട്ട് ആ സീനായി പെനിൻസുലയിൽ കൂടി ഇങ്ങനെ തീറ്റി നടക്കുക. അങ്ങനെ നടന്ന് അവസാനം ദൈവത്തിൻ്റെ പർവ്വതമായ ഖോരേബിലെത്തി. ഖോരേബ് അതതിൻ്റെ ഖോരേബ് അതതിൻ്റെ ശരിയായ പ്രൊനൗൺസിയേഷൻ. For the last 40 years he hasn't heard any voice from the Lord, or I can't say he had any divine encounter. ഒരു ഡിവൈൻ എൻകൗണ്ടർ, ദൈവമായിട്ടുള്ള ഒരു എൻകൗണ്ടർ ഈ 40 വർഷത്തിനിടയ്ക്ക് എന്തെങ്കിലും മോശയുടെ ജീവിതത്തിൽ ഉണ്ടായതായിട്ട് നമുക്ക് അറിയത്തില്ല. ഉണ്ടായിട്ടില്ലെന്ന് പറയാൻ നമുക്ക് ധാരാളം റീസൺസ് ഉണ്ട്. അപ്പം ചോദ്യങ്ങൾ വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ദൈവം 40 വർഷം മോശയോട് സംസാരിക്കാതിരുന്നത്? ദാറ്റ്സ് എ സീരിയസ് ക്വസ്റ്റ്യൻ. എന്തുകൊണ്ടാണ് മോശയുടെ ജീവിതത്തിൽ ഒരു ദൈവിക ഇടപെടൽ ഉണ്ടാകാതിരുന്നത്? ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. അതിന് തക്കവണ്ണം മോശ എന്ത് തെറ്റ് ചെയ്തു? അതിന് തക്കവണ്ണം മോശ എന്ത് തെറ്റ് ചെയ്തു? ചിലപ്പം ദൈവം നമ്മളോട് സംസാരിക്കുന്നില്ല. എൻ്റെ മുമ്പൊരു വീഡിയോ ഞാൻ പറഞ്ഞായിരുന്നു, ദൈവത്തിൻ്റെ മൗനം ചിലപ്പം ഒരു മറുപടിയാണ്. God's silence is louder than when God speaks to you. ദൈവം നമ്മളോട് സംസാരിക്കുന്നതിനേക്കാട്ടിൽ ഒച്ചത്തിലാണ് ദൈവത്തിൻ്റെ മൗനം എന്ന് പറയുന്നത്. അപ്പം then this question, God, why didn't you speak to me? അങ്ങ് എന്താ എന്നോട് സംസാരിക്കാത്തത്? എന്നെ തള്ളിക്കളഞ്ഞതാണോ? ചിലപ്പം ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്, എന്നോട് എന്തെങ്കിലും ഒന്ന് എന്തെങ്കിലും ഒന്ന് പറ. ഏറ്റവും കൂടുതൽ ബാബു, എനിക്ക് നിന്നെ ഇഷ്ടമല്ല, നീ ഒരു വിവരദോഷിയാണ്, ഒരു എടുത്തിയാട്ടക്കാരനാണ്, നിനക്കൊരു ബുദ്ധിയില്ല, നിനക്കൊരു കരിസ്മ ഇല്ല, ഒരു പേഴ്സണാലിറ്റി ഇല്ല, എൻ്റെ ശുശ്രൂഷ നിന്നെ ഏൽപ്പിക്കുന്നതുകൊണ്ടും നിന്നെ ഒന്നിനും കൊള്ളത്തില്ല എന്നൊക്കെ പറ. അല്ലെങ്കിൽ നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനൊന്നും ഞാൻ മറുപടി തരാൻ പോകുന്നില്ല, നീ കൊണ്ടുപോകും. അങ്ങനെ പറഞ്ഞാലും ഒരു ആശ്വാസമാകും. നമുക്ക് വേറെ വഴി നോക്കാനൊന്നുമില്ല, വേറൊരു കാര്യം. എന്നാലും
ഒരാശ്വാസം. ദൈവം ഏതായാലും നമ്മളോട് മിണ്ടാൻ പോകുന്നില്ല, മറുപടി നമ്മുടെ പ്രശ്നമായിട്ട് പരിഹരിക്കാൻ പോകുന്നുമില്ല. അങ്ങനെങ്കിലും നമുക്കങ്ങ് ആശ്വസിക്കാം. ഇത് ദൈവം മിണ്ടുന്നില്ല. ആടിനെ തീറ്റി നടന്ന് 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 അവസാനം മോശ വന്നെത്തുന്നത് ദൈവത്തിൻ്റെ പർവ്വതമായ ഖോരേബിലാണ്. ഖോരേവ്, ഖോരേവ്. വാട്ട് ഈസ് മെൻ ബൈ ഖോരേവ്? ഖോരേവ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്തെന്നറിയാമോ? ദ റോക്ക് ബോട്ടം ഓഫ് ഫെയിലിയർ, ദ റോക്ക് ബോട്ടം ഓഫ് ബ്രോക്കൺനെസ്. തകർച്ചയുടെ ഏറ്റവും നെല്ലിപ്പലക എന്നാണ് ഖോരേവ് എന്ന വാക്കിൻ്റെ അർത്ഥം. ഇനി തകരാൻ ഒന്നും ബാക്കിയില്ല, ഇനി മുറിയാൻ ഒരിടവും ബാക്കിയില്ല, ഇനി നഷ്ടപ്പെടാനൊന്നുമില്ല. എവ്രിതിങ് ഫിനിഷസ്, എവ്രിതിങ് ഫിനിഷസ്. ജീവിതത്തിൽ ഉണ്ടെന്നും ഉണ്ടാകാമെന്ന് പ്രതീക്ഷിച്ച കാര്യങ്ങൾ ഇനി എന്തെങ്കിലും സഫലമായി തീരുമെന്ന് വിചാരിച്ചിരുന്ന ഒരു സ്വപ്നം, തന്നെക്കൊണ്ട് എന്തെങ്കിലും കഴിയുമെന്നുള്ള ഒരു ധാരണ, ഇതെല്ലാം അവസാനിച്ച റോക്ക് ബോട്ടം ഓഫ് ഫെയിലിയർ. ഈ റോക്ക് ബോട്ടം ഓഫ് ഫെയിലിയറിലാണ് മോശ അവസാനം വന്നത്. ബട്ട് ഹി ഡിഡ് നോട്ട് നോ ദാറ്റ് വാസ് ദ പോയിന്റ് വെർ ഗോഡ് മസ്റ്റ് ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ ഹിം. ദൈവം തനിക്ക് വേണ്ടി കാത്തുനിന്ന പോയിന്റ് അതായിരുന്നു. അപ്പൊ ഫെയിലിയർ ഒന്നൊന്നായി വർദ്ധിച്ചു വരുമ്പോൾ നമ്മുടെ മനസ്സും അത് സ്വാധീനിക്കപ്പെടുന്ന സാത്താനാലാണ്. നമ്മുടെ ചുറ്റുമുള്ള ആളുകളും അവരറിയാതെ സാത്താൻ്റെ ഏജന്റുമാരാണ്. അവർ നമ്മളോട് പറയും, ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളൂ, ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളൂ. ഇപ്പം ഇത്ര നാൾ നേരം പോയല്ലോ, ഇനി ഇങ്ങനെയൊക്കെ ഉള്ളൂ, ഇനി വലിയ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. ഒരു പാരഡൈം ഷിഫ്റ്റ്, ആത്യന്തികമായ മാറ്റം. ഇൻ ദ എൻഡ് യു സീ സംതിങ് എൻറ്റയർലി ഡിഫറെൻറ്റ്. അതിനാണ് പാരഡൈം ഷിഫ്റ്റ് എന്ന് പറയുന്നത്. അതൊന്നും ഇനിയും പ്രതീക്ഷിക്കണ്ട, അതൊന്നും ഇനിയും പ്രതീക്ഷിക്കണ്ട. അതുകൊണ്ട് ഒരു ഒരു ഹസാർഡ് സോഴ്സ്, ഒരു ഹസാർഡ് സോഴ്സ് എന്ന് പറയുമ്പം ഇപ്പം ഒരാള് ഒരു കാര്യം പ്രതീക്ഷിച്ചാൽ പോകുന്നത്, പക്ഷെ അയാളെ ഭയങ്കരമായിട്ട് തകർത്ത് കളയുന്ന മറ്റൊന്ന് മുന്നേ വന്ന് വീഴുക, അതൊന്നും ഇനിയും പ്രതീക്ഷിക്കണ്ട. സോ പാസിഫൈ യുവർ സെൽഫ് വിത്ത് വാട്ട് യു ഓൾറെഡി ആർ. ഇതിനോടകം നീ എന്തായോ ആ അവസ്ഥയിൽ തൃപ്തനാകാൻ ശ്രമിക്കുക. അപ്പം ഇന്നലത്തേക്കാൾ വലിയൊരു പരാജയം ഇന്നത്തേക്കാൾ വലിയൊരു തകർച്ച നാളെ. ഇങ്ങനെ തകർച്ചകൾ ഓരോന്നോരോന്നായിട്ട് അനുഭവിച്ച് വീണ് 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 റോക്ക് ബോട്ടം ഓഫ് ഫെയിലിയറിലെത്തി ദൈവത്തിൻ്റെ ദാസനായ മോശ. അവിടെയാണ് ഇവർ തമ്മിൽ കാണുന്നത്, ഇവർ തമ്മിലുള്ള ഫസ്റ്റ് എൻകൗണ്ടർ നടക്കുന്നത്. അവിടെയാണ് ഇവർ തമ്മിലുള്ള ഫസ്റ്റ് എൻകൗണ്ടർ നടക്കുന്നത്. അവിടെയാണ് അനേക ദൈവമക്കളും അവരും ദൈവവും തമ്മിലുള്ള ഫസ്റ്റ് എൻകൗണ്ടർ നടക്കുന്നത്. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇയ്യോബിനെ പറ്റി പറഞ്ഞായിരുന്നു. പൊടിക്കാതിരിക്കുക, ചുറ്റുമുള്ള എല്ലാവരും പറയും നീ ഇവിടെ അങ്ങ് തീരത്തേ ഉള്ളൂ, ഈ പൊടിക്കാത്ത ഈ ചാരത്തിനകത്ത് നീ അങ്ങ് തീരത്തേ ഉള്ളൂ. യു ആർ നോട്ട് ഗോയിങ് ടു സീ യുവർ ഗോഡ്. നീ ഒരു കേൾവി മാത്രമേ ദൈവത്തെ പറ്റി കേട്ടുള്ളല്ലോ, ആ കേട്ട കാര്യം ശരിയാണെന്ന് വിചാരത്തിലാണല്ലോ നീ സത്യ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഇത്ര നാൾ ജീവിച്ചതാ. അങ്ങനെ ഒരു ദൈവവും ഇല്ല, അങ്ങനെ രക്ഷയുമില്ല. നീ ഈ ചാരത്തിനകത്ത് തീരത്തേ ഉള്ളൂ. അപ്പം പക്ഷേ ആ ചാരത്തിനകത്താണ് ദൈവം മോശമായിട്ട് ഇയ്യോബിനോട് ഇടപെടുന്നത്. ഇതുവരാണ് അനേക ഭക്തന്മാരുടെ ജീവിതം ഇങ്ങനെ 15 years ആണ് ദൈവത്തിൻ്റെ ദാസനായ യാക്കോബ് ഒരു ചോര വരണ്ട ഉടുപ്പും പിടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ടിരുന്നത്. ബ്ലഡ് സ്റ്റെയിൻഡ്
ഗൗൺ, ഒരു റോബ് താൻ ഉണ്ടാക്കി കൊടുത്ത, തൻ്റെ മകന് വേണ്ടി താൻ സൂക്ഷ്മതയോടെ നെയ്തു കൊടുത്ത ആ ഉടുപ്പ്, അത് ചോര കൊണ്ടിരിക്കുക. വിചാരം മോൻ്റെ ചോരയാന്നാ. അതും പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുക. 15 വർഷം. ആ 15 വർഷത്തിനകത്ത് യാക്കോബിനൊരു സാക്ഷ്യമുണ്ട്. ദിസ് മൈ ഗ്രേ ഹെയർ വിൽ ഗോ ടു ഹിസ് ഗ്രേവ് ഗ്രീവിങ്. എൻ്റെ ഈ നരച്ച തല ദുഃഖത്തോടെ പാതാളത്തിൽ ഇറങ്ങുമാറാകും. ഇതൊന്നുമല്ല ശരി, ഇതൊന്നുമല്ല ശരി. ബിക്കോസ് ഗോഡ് വാസ് വെയിറ്റിംഗ് ഫോർ എ ഗ്രേറ്റർ എൻകൗണ്ടർ വിത്ത് യാക്കോബ് ഇൻ ദിസ് ലൈഫ്. യാക്കോബിൻ്റെ ജീവിതത്തിലെ ഗ്രേറ്റർ എൻകൗണ്ടറിന് വേണ്ടി ദൈവം വെയിറ്റ് ചെയ്യുക. അതാ 15 വർഷം മിണ്ടാതിരുന്നത്. ഇവിടെ നമ്മൾ മോശയുടെ കാര്യത്തിൽ 40 വർഷം നത്തിങ് ഹേർട്ട്, റോക്ക് ബോട്ടം ഓഫ് ബ്രോക്കൺനെസ്സിലെത്തി, തകർച്ചയുടെ അടിവാരത്തിലെത്തി. അവിടെ ദൈവം മോശം നമ്മൾ കാണുന്നുണ്ട്. ഇനി നടന്ന കാര്യങ്ങളെ പറ്റി ഒന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. കാര്യം അതൊക്കെ ഈ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതായതുകൊണ്ടും എൻ്റെ വീഡിയോയുടെ ടോപ്പിക്സ് ഉള്ളത് കവർ ചെയ്യേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് അങ്ങോട്ട് പോകാത്തത്. ഇൻ ദ എൻഡ് ഇപ്പം ദൈവം മോശം ഇപ്പം ടെംപ്റ്റ് ചെയ്യുകയാണ്. ഇംഗ്ലീഷ് നമ്മൾക്ക് പേഴ്സുവേഡ് എന്ന് പറയും, മുന്നോട്ട് തള്ളിവിടുകയാണ്. 40 വർഷം മുമ്പ് മതിയാക്കിയ മിഷനിലേക്ക് തിരിച്ചു പോകാൻ. നബിനെ കുറച്ചാൾ മുമ്പ് പറയണ്ടായിരുന്നു എന്ന്. അതെന്താ കുറച്ചാൾ മുമ്പ് പറയാഞ്ഞത്? അതിന് റീസൺ ഉണ്ട് ദൈവത്തിന്. അപ്പം ഇൻ ദ എൻഡ് മോസസ് റാദർ yielded എന്ന് പറഞ്ഞാൽ മതി. ഭയങ്കര എൻ്റെ ദൈവം എൻ്റെ അടുത്ത് വന്നിരിക്കുന്നു, സംസാരിച്ചിരിക്കുന്നു, ദൈവം തന്നെ വേണ്ടും സിനിമയ്ക്ക് അയക്കാൻ പോകുന്നു, വൻ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു, ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുവാറാട്ടെ, സ്വത്രം സ്വത്രം ഹല്ലേലൂയ, അവൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുവാറാട്ടെ എന്നൊന്നുമുള്ള എക്സൈറ്റ്മെൻറ്റിലല്ല മോശ. ഈ ഡീപ് ഫ്രസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ കുറെ കൂടെ ശരി, ഭയങ്കര ഫ്രസ്ട്രേഷനിലാണ്. എന്നിട്ട് മോശ ദൈവത്തോട് ചോദിക്കുന്നു, നമുക്കിനി ഇവരുടെ ഭാഷയിലേക്ക് പോകണം കേട്ടോ, ഇല്ല നമുക്ക് വലിയ ഒരു പിടി കിട്ടത്തില്ല. നമ്മൾ പലതും ഭാവിച്ചു വെച്ച് കളയും. ഇവരുടെ ലാംഗ്വേജ് നമുക്ക് പോവാം. മോശ ഓക്കെ, ദാറ്റ്സ് ഫെയർ ഇനഫ്. तो मी अटह മാ ഷിംഖ മീ അറ്റഖ്. അങ്ങ് ആരാണ് എന്ന് പറഞ്ഞാൽ എന്തോ പണി ഞാൻ എങ്ങനെ അങ്ങനെയൊന്ന് പരിചയപ്പെടേണ്ട അവരുടെ ഇടയിൽ. മാഷമഖ്, പേരെന്തുവാ? അങ്ങയുടെ പേരെന്തുവാ? That was the first time a man asked to God what God's name is. ദൈവത്തിൻ്റെ പേരെന്താണെന്ന് ഒരു മനുഷ്യൻ ദൈവത്തോട് ആദ്യം ചോദിക്കുന്ന സംഭവമാണിത്. അപ്പം ദൈവം പറയുന്നു, നമുക്കിനി മലയാളത്തിലേക്ക് വരണം, എന്നിട്ട് ഇംഗ്ലീഷിലോട്ട് പോകാം. ഞാനാകുന്നു അവൻ, ഞാനാകുന്നു. I am that I am. ഈ ഒരു വേദഭാഗം വായിക്കുമ്പോൾ ദൈവം ആരാണ്? ഞാനാകുന്നവൻ, ഞാനാകുന്നു എന്നുള്ളവൻ നമ്മുടെ ഗംഭീരമായ പ്രസംഗ വിഷയ അവതരണമാണ്. ഞാനാകുന്നവൻ, ഞാനാകുന്നു എന്നുള്ളവൻ. ആർക്കെന്തെങ്കിലും മനസ്സിലായി? എല്ലാവർക്കും മനസ്സിലായി. അതിലെ പ്രോബ്ലം. ആർക്കും മനസ്സിലാകാതിരുന്നെങ്കിൽ എന്നേ ആൾക്കാർ ഇത് മനസ്സിലായി പോയിരുന്നു. ഈ മനസ്സിലാകുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രോബ്ലം. മനസ്സിലാകുന്നില്ല എന്നുള്ളതല്ല ഇവിടുത്തെ പ്രോബ്ലം, മനസ്സിലാകുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രോബ്ലം. എന്തോ മനസ്സിലായെന്ന് ചോദിക്കായിരുന്നു അത് കേട്ടോ. എന്തോ മനസ്സിലായെന്ന് ചോദിക്കരുത്. ഞാനാകുന്നു. നമുക്ക് ഈ വേദപുസ്തകം വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും പ്രസംഗം കേൾക്കുമ്പോഴും ബൈബിൾ ക്ലാസ്സിലും ഒരിക്കലും അപ്ലൈ ചെയ്യാൻ പാടില്ലെന്ന് നമ്മൾ പറഞ്ഞ് ചെറുതിലെ മുതൽ നമ്മൾ വിലക്കിയിരിക്കുന്ന ഒരു സാധനമുണ്ട്. അതിൻ്റെ പേര് കോമൺ സെൻസ് എന്നാ. കോമൺ സെൻസ്. എന്തിനാ ഈ കോമൺ സെൻസിനെ കോമൺ സെൻസ് വിളിക്കുന്നത് എനിക്കറിയത്തില്ല. കാര്യം ഇത് അത്ര കോമൺ അല്ലെന്നേ. അത്ര കോമൺ അല്ല ഈ കോമൺ സെൻസ്. സോ ലെറ്റ്സ് കം ബാക്ക്. ഇവിടെ
നമ്മൾ കോമൺ സെൻസ് ഒന്ന് അപ്ലൈ ചെയ്യാം. നമ്മൾ ഒരാളെ ഒരു കാര്യം പറഞ്ഞ് ഏൽപ്പിച്ച് ഒരിടത്തോട്ട് വിടുക. അയാൾ പറഞ്ഞു, ആട്ടെ, ഞാൻ അവിടെ ചെന്ന് എന്നെ ആരയച്ചെന്നാ പറയേണ്ടത്? അത് നീ ഞാനാകുന്നവൻ എന്നെ അയച്ചെന്ന് നീ അങ്ങ് പറഞ്ഞാൽ മതി. എങ്ങനെ പറയേണ്ടത്? ഞാനാകുന്നു എന്ന് പറയുന്ന ആൾ എന്നെ അയച്ചാൽ മതി. നമുക്ക് കേൾക്കുന്നവർക്ക് സ്വാഭാവികമായിട്ട് എന്താ ചിന്തിക്കുന്നത്? വലിയ ചിന്തിക്കാനൊന്നുമില്ല. ഇവൻ ഊളംപാറൻ ചാടി വരികയായിരിക്കും. അല്ലെന്നുണ്ടേ ഊളംപാറൻ ദൂരത്തിന് അവനെ അയച്ചതാ. ഇത് രണ്ടിലൊന്നിലേ സാധ്യതയുള്ളൂ മലയാളത്തിലാണെങ്കിൽ. അതുകൊണ്ട് നമ്മൾ മലയാളത്തിൽ ഇത് വ്യാഖ്യാനിക്കത്തില്ല. മലയാളത്തിൽ വ്യാഖ്യാനിച്ച് കഴിഞ്ഞാൽ നമുക്ക് വ്യാഖ്യാനിക്കണമല്ലോ. മലയാളത്തിൽ കയറി നോക്കുകയില്ല. നമ്മൾ ഇംഗ്ലീഷിലോട്ട് പോകും. ഐ ആം ദാറ്റ് ഐ ആം. കൊള്ളാം. ഞങ്ങളുടെ റാന്നി കൺവെൻഷൻ എന്ന പ്രസിദ്ധമായ കൺവെൻഷനിൽ ഒരു പ്രസിദ്ധനായ ദേവദാസൻ ഈ വിഷയം പ്രസംഗിച്ചു. അപ്പം ഐ ആം ദാറ്റ് ഐ ആം. ആ പറഞ്ഞ അയാമാണ് ഈ പറഞ്ഞ അയാം. ചേട്ടാ, അതേതയാമോ? അപ്പം അതിൻ്റെ വ്യാഖ്യാന ശാസ്ത്രം ഭയങ്കര ശാസ്ത്രമാണ് കേട്ടോ. ഞങ്ങൾ ഹെർമിനിയോട്ടിക്സ് എന്നൊക്കെ പറയും ഈ ബൈബിൾ കോളേജിൽ. ഭയങ്കര ശാസ്ത്രമാണ്. പഠിച്ചു നോക്കണം. എൻ്റെ ദൈവമേ, തല കറങ്ങി താഴെ വീണു പോകും. അത്ര ഭയങ്കര ഗംഭീര സംഗതിയാണ്. അപ്പോൾ ഈ വ്യാഖ്യാന ശാസ്ത്രം എടുക്കുമ്പോൾ പറയുന്നത് ആദാമിനോട് ഞാനാകുന്നു പറഞ്ഞു കാണും. പിന്നെ കുറേ ഇങ്ങോട്ട് വന്നുമ്പോൾ ചിലപ്പം നോഹയോട് ഞാനാകുന്നു പറഞ്ഞിട്ടുണ്ടായിരിക്കും. അത് കഴിഞ്ഞ് ചിലപ്പോൾ ഏതായാലും ഹാനോക്കിനോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഉണ്ടായിരിക്കണം. പിന്നെ അബ്രഹാമിനോട് ഏതായാലും ഞാനാന്ന് പറഞ്ഞല്ലോ. ഇസഹാക്കിനോടും ഞാനാന്ന് പറഞ്ഞല്ലോ. യാക്കോബിനോടും ഞാനാന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവരോടൊക്കെ ഞാനാകുന്നു പറഞ്ഞ ആ ഞാനാകുന്നവനാണ് ഈ ഞാനാകുന്നവൻ. അടിച്ച കളിക്ക്. പിന്നെ അല്ലാതെ ആർക്കാ മനസ്സിലാകാതെ? ഇത്രയും പറഞ്ഞ് കൈ പൊക്കാത്ത ഏത് പാസ്റ്ററായിരിക്കും ഉള്ളത് ഈ ലോകത്ത്? ഇത്രയും പറഞ്ഞ പോകുന്നത് കൈ പൊക്കാൻ കഴിയാത്ത ഏത് പാസ്റ്ററാണ് ഉള്ളത്? ഈ പ്രത്യേക ഡയറക്ഷൻ നമ്മൾ ഇങ്ങനെ വീശി ഇങ്ങനെ വരികയാണ്. പറയുമ്പോൾ പാസ്റ്റർ ഇങ്ങനെ ആത്മാവിൽ അങ്ങനെ തുടിക്കുന്ന മനസ്സിലാക്കണം. പക്ഷേ അത്രയും വലിയ ഇംഗ്ലീഷ് എന്ന് പറയാൻ അറിയാൻ വയ്യാത്ത നമ്മുടെ ആൾക്കാരുണ്ടല്ലോ, അവരാണെ പറയും. ഇപ്പം ഒരിടത്ത് പോയിട്ട് ഹസ്ബൻഡ് രാത്രി ലേറ്റായിട്ട് വരിക, ഒന്ന് കഥക് കൂട്ടി. അപ്പം ചേട്ടത്തി അകത്തുനിന്ന് ചോദിച്ചു, ആരാ? എടി ഞാനാടി. ഞാനാ ഉണ്ടോ? അപ്പം ഞാനാന്ന് പറഞ്ഞപ്പം നമ്മുടെ ചേട്ടത്തിക്ക് മനസ്സിലായി ആരാന്ന്. ചേട്ടത്തി തുറന്നു കൊടുത്തു. ഞാനാ. സംഭവം തീർന്നു. ഓക്കെ. അങ്ങനെ കേട്ടപ്പോൾ സഹോദരിമാർക്കും സന്തോഷം. അവർ പെട്ടെന്ന് കൈയടിച്ചു, ആത്മാവിലായി. അന്യഭാഷയും പറഞ്ഞു. എന്തുവാ ഇതൊരു ആത്മീയ ചൈതന്യമാണ് നമ്മുടെ ഇടയിലെ. നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മൾ അവരുടെ ഭാഷയിലേക്ക് പോവുകയല്ലേ. അവിടെ ദൈവം മോശയോട് പറയാ, ഈ ഹെയ്യാഹ് അഷ്ഏർ ഇഹെയ്യാഹ്. The entire entity of God in one word. സ്വർഗസ്ഥനായ ദൈവ അസ്തിത്വം മുഴുവനും ഈ ഒറ്റ വേർഡിൽ ഒതുങ്ങിയിരിക്കുക. അത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ, അതിൻ്റെ ഓരോ സിലബിൾസും എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പം എത്രയോ ടൈം എടുത്തിട്ടാണ് ഇതെന്താന്ന് പറയേണ്ടത്. അപ്പം നമുക്ക് എൻ്റെ ഈ വീഡിയോയിൽ അത്രയും ഇപ്പം തന്നെ നിങ്ങൾക്ക് ബോറടിച്ചെന്ന് എനിക്കറിയാം. നിങ്ങളുടെ ബോറടി തീരുന്നതിന് മുമ്പ് എനിക്ക് ഈ വീഡിയോ തീർക്കണം. നിങ്ങളുടെ രണ്ടാമത് വരുത്തില്ല കാണാൻ. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ഈ ഹയ്യാ എങ്ങനെ ഇതൊന്ന് ഇംഗ്ലീഷിലോ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിയുന്നത്? ഇത് ഇംഗ്ലീഷിലോ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ആദ്യത്തെ ഇംഗ്ലീഷ് പരിഭാഷകനായിരുന്ന, മീൻസ് നോട്ടഡായ പരിഭാഷ, അതിനും പലരും പരിഭാഷിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. ശരിക്കും നമ്മളുടെ പബ്ലിസൈസ് ചെയ്ത പരിഭാഷകൻ വില്യം ടിൻഡേലാണ്. വില്യം ടിൻഡേലായിരുന്നു ഏറ്റവും വലിയ ഹീബ്രു സ്കോളർ. ഓക്സ്ഫോർഡിൽ ഏറ്റവും വലിയ ഹീബ്രു സ്കോളറായിരുന്നു.
അദ്ദേഹത്തെ വലിയ സ്കോളർ. ആ കാലത്ത് ഹീബ്രു ലാംഗ്വേജ് ലോകത്തിലില്ല. അതിനുശേഷം പിന്നെ ഒരുപാട് സ്കോളേഴ്സ് ഉണ്ടായിട്ടുണ്ടെന്ന് എൻ്റെ വിശ്വാസം. പക്ഷേ അദ്ദേഹത്തിൻ്റെ കാര്യം അറിയാം, ഇംഗ്ലീഷിലോ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഇംഗ്ലീഷിൽ വേർഡ്സേ ഇല്ല, ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ പിന്നെ ഏതാണ്ട് അതിൻ്റെ ആ അർത്ഥം ഒന്ന് ഉൾക്കൊണ്ടിട്ട് ഐ ആം ദാറ്റ് ഐ ആം എന്ന് അദ്ദേഹം എഴുതി വെച്ചു. അതേ പറ്റത്തുള്ളൂ. ഞാൻ നൂറുകണക്കിന് വർഷം മുമ്പ് ജീവിച്ചിരുന്ന വില്യം ടിൻഡേൽ എന്ന ട്രാൻസ്ലേറ്ററെ പറ്റി ഒരിക്കലും ഞാനൊരു തെറ്റ് പറയത്തില്ല. കാരണം ഇത്രയും തൻ്റെ കമ്മിറ്റ്മെൻറ്റിനോട് സത്യസന്ധത പാലിച്ച വേറൊരു ട്രാൻസ്ലേറ്റർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, ഈ ഭൂമിയിൽ ഉണ്ടായിട്ടില്ല. കാരണം അതിനുവേണ്ടി അദ്ദേഹത്തിന് ബലി കൊടുക്കേണ്ടത് സ്വന്തം ജീവനാ. ഈ വിറകങ്ങോട്ട് അടക്കി കൂട്ടിയിട്ട് അതിന് തീയിട്ടിട്ട് അതിന് വേറൊരു മാക്രിയത്തെ കെട്ടിക്കൂടുന്ന മുക്കാലെ കെട്ടിയിട്ട് പുള്ളിയെ അവിടെ നിന്ന് ഉരുകി 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 ഈ തീയിൽ വീഴുമായിരുന്നു വില്യം ടിൻഡേൽ. അദ്ദേഹത്തെ ചുട്ടുവന്ന സ്പോട്ടിൽ ഒരിക്കൽ ഞാൻ പോയി നിന്നു. അവിടെ നിന്ന് നിൽക്കണം, അപ്പോഴേ അറിയത്തുള്ളൂ ഇതിൻ്റെയൊക്കെ വില. അവിടെ കിടന്ന അവസാനത്തെ പ്രാർത്ഥന, ഗോഡ് ഓപ്പൺ ദി ഐസ് ഓഫ് ദ കിങ് ഓഫ് ഇംഗ്ലണ്ട്, ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ കണ്ണു തുറക്കണമെന്ന് പ്രാർത്ഥിച്ച് ഭരിച്ച ഭക്തനായ മനുഷ്യനായിരുന്നു വില്യം ടിൻഡേൽ. അപ്പം ടിൻഡേലിൻ്റെ പരിഭാഷയിലെ തെറ്റല്ല ഞാൻ പറയുന്നത്. കാര്യം ടിൻഡേലിന് അത്രേ പറ്റത്തുള്ളൂ. ലേറ്റർ ഓൺ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തു. ലാംഗ്വേജിൽ വെക്കാബിലിറ്റി കൂടി വന്നു. അപ്പോൾ ഇത് വേണമെങ്കിൽ ഇംഗ്ലീഷിലോട്ട് ഫുൾ മീനിങ്ങിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള പദസമ്പത്ത് ഇംഗ്ലീഷ് ഭാഷയ്ക്കുണ്ടായി. ഇങ്ങനെ ഫുൾ മീനിങ് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള വെക്കാബുലറി, ലാംഗ്വേജ് സ്ട്രക്ചറും ഗ്രമാറ്റിക്കാലിറ്റിയും ഇംഗ്ലീഷ് ഡെവലപ്പ് ചെയ്ത കാലത്ത് കേംബ്രിഡ്ജിലെ ഓൾഡ് ടെസ്റ്റ്മെന്റ് പ്രൊഫസറായിരുന്ന മാർഗരറ്റ് ബാർക്കർ എൻ്റെ ആദ്യത്തെ ഹീബ്രു ടീച്ചേഴ്സുള്ള ഒരാളാണ്. ഓൾവേസ് ഫ്ലാബർഗാസ്റ്റഡ് അറ്റ് ഹെർ ക്ലാസ്സസ്. ഒരു ക്ലാസ്സിലിരിക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകുന്നത്. കാര്യം ഓൾഡ് ടെസ്റ്റ്മെന്റ് മുഴുവൻ അവർക്ക് ബൈ ഹാർട്ടാണ്. ഹീബ്രുവിൽ ഒരു 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 എഴുതാനുള്ള എക്യുപ്മെൻറ്റ്, ഒരു തുടയ്ക്കാനുള്ള സാധനം മാത്രമേ കൊണ്ടുവരത്തുള്ളൂ. എഴുതാനുള്ള ഒരു മാർക്കർ പേനായും തുടയ്ക്കാനുള്ള ഡസ്റ്ററും കൊണ്ടുവരും. എത്രയോ മണിക്കൂർ നിന്ന് പ്രസംഗിക്കാൻ അവർക്ക് ഈ ടെസ്റ്റ് നോക്കണമെന്നും വേണ്ട. മാർഗരറ്റ് ബാർക്കറാണ് ഏറ്റവും മനോഹരമായിട്ട് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്തത്. ഹി ഹു causes to be, he who creates. He who causes to be, he who creates. നമുക്കെങ്ങനെ പറയാം? ദൈവം മോശയോട് പറയുക, മോശയ്ക്ക് മനസ്സിലാകുന്നതാണ്. മോശ, നീ നിൽക്കുന്ന ഈ ഭൂമി ഒരിക്കലില്ലായിരുന്നു, ഈ ആകാശം ഒരിക്കലില്ലായിരുന്നു, ഈ നക്ഷത്രങ്ങളും ഈ വാനഗ്രഹങ്ങളൊന്നും ഇല്ലായിരുന്നു, ഈ കടലും ഇല്ലായിരുന്നു. ഇവിടെ എല്ലാം ശൂന്യതയാണ്, ഒന്നുമില്ല. ആ ഒന്നുമില്ലായ്മയിൽ നിന്ന് സകലത്തെയും ഉണ്മയിലേക്ക് വിളിച്ചു വരുത്തിയവൻ, ഇന്ന് നീ കാണുന്നത് പോലെ സകലത്തെയും കൊണ്ടുവന്നവൻ ഞാൻ എന്ത് ചെയ്യാണ്? റിട്ടയർ ചെയ്തോ? അതോ ടയർഡായോ? അതോ എൻ്റെ രക്ഷിക്കാൻ കഴിയാതെ എൻ്റെ കൈ കുറുകിപ്പോയോ? ഞാനിപ്പോൾ എന്താ ചെയ്യുക? ഇന്നും മോശയെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക. അതെങ്ങനെയാണ് സൃഷ്ടിക്കുന്നത്? അത് ഉൽപ്പത്തി 1 പറഞ്ഞിട്ടുണ്ട്. ബെറഷീത്ത് ബാറാ എലോഹീം. എങ്ങനെ? The first thing, God located the vacuum. വാക്യൂംസ് ഉണ്ടല്ലോ, ഒന്നുമില്ലാത്ത അവസ്ഥ. അവിടെ ഒന്നുമില്ല. അവിടെ വാക്യൂമാണ്. ദൈവം അത് ലൊക്കേറ്റ് ചെയ്യാണ്. പിന്നെ ദൈവം എന്ത് ചെയ്യുന്നു? He puts his hand on it. തൻ്റെ കരം അവിടെ വെക്കുകയാണ്. ഇങ്ങനെ അതിനെപ്പറ്റി യെശയ്യാ പറഞ്ഞിരിക്കുന്നത്, ആകാശത്തിൻ്റെ പരിണാമത്തെ ഞാണുകൊണ്ട് അളക്കുക. ആകാശം ഈ വിധാനമില്ല. എത്രയും വലിയൊരു വിധാനം വേണ്ടുകൊണ്ട് ദൈവം എങ്ങനെ അളക്കുന്നത്? കൈയുടെ ഞാണുകൊണ്ട്.
എന്താ ഈ രണ്ട് വിരലിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസാണ് ഞാണെന്ന് പറയുന്നത്. ഈ ഞാണ് കൊണ്ട് അളക്കുക. ആദ്യം ചെയ്ത ദൈവം മെഷർമെൻ്റ് എടുത്തു. രണ്ടാമത് ദൈവം ചെയ്തത് ഒന്നുമില്ലാത്തിടത്തു നിന്ന് ഇവിടേക്ക് കൊണ്ടുവരുന്നതിന് ദൈവം തൻ്റെ കൈകൊണ്ട് ചിലത് മെനഞ്ഞെടുത്തു. അല്ലേ? ആകാശത്തെ നിന്റെ വിരലുകളുടെ പണിയായ ആകാശം തൻ്റെ വിരലുകൾ കൊണ്ട് അതിനെ പണിയുക. എന്നിട്ട് എന്തോ ചെയ്തു? ദൈവം അതിനെ അവിടെ കൊണ്ട് ഫിറ്റ് ഇൻ ചെയ്തു. ശൂന്യതയെ നോക്കും, തൻ്റെ കയ്യിലിരിക്കുന്ന തൻ്റെ പ്രോഡക്റ്റ് നോക്കും. ശൂന്യത അളവനുസരിച്ച് ഇതിനെ കട്ട് ചെയ്ത് പ്രൂൺ ചെയ്ത് ചിസിൽ ചെയ്ത് കട്ട് ചെയ്ത് പ്രൂൺ ചെയ്ത് ചിസിൽ ചെയ്ത് അത് ഏറ്റവും സ്യൂട്ടബിളാന്ന് മനസ്സിലായ സമയത്ത് ഫിറ്റ് ആകാശം നിലവിൽ വന്നു. ഭൂമിയെയും അങ്ങയുടെ കൈകൾ മെനഞ്ഞിരിക്കുന്നു. ഇതേ രീതിയിൽ ദൈവം ഭൂമിയെയും സൃഷ്ടിച്ചു. ഇതിനാണ് ബാറാഖ് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ ക്രിസ്ത്യൻ സെല്ലിലെ പണ്ട് ഏതൊരു വീഡിയോയിൽ ഈ ബാര എന്ന വേർഡിൻ്റെ അർത്ഥം എന്തെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ഡീപ്പ് പ്രോസസ്സാണിത്. ഇറ്റ്സ് എ ലോങ് പ്രോസസ്സാണ് ഈ ബാര എന്ന് പറയുന്നത്. നമ്മളായിരിക്കും ബാര സൃഷ്ടിച്ചു, അങ്ങനെ 1 സെക്കൻഡ് പ്രോസസ് ഒന്നുമല്ലത് കേട്ടോ. അപ്പം ശൂന്യതയിൽ തൻ്റെ കൈവച്ച് അതിൻ്റെ ആഴവും പരപ്പും അളന്നിട്ട് അവിടെ ഏറ്റവും ഫിറ്റിംഗായ ഒന്നിനെ കൊണ്ടുവന്ന് നിറച്ചു. എന്നിട്ട് ദൈവം എന്തോ ചെയ്തു? ദൈവത്തിൻ്റെ പണിക്ക് പോയി. ആ ആളിൻ്റെ പേരാ ഇഖയാഹ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലായ്മയിൽ നിന്ന്, ശൂന്യതയിൽ നിന്ന് സകലത്തെയും ഉണ്മയിലേക്ക് വിളിച്ച് വരുത്തുന്നവൻ. എന്ന് പറഞ്ഞാൽ ആൾ ഇന്നും സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ്. ദാറ്റ് പേഴ്സൺ ഈസ് സ്റ്റിൽ ക്രിയേറ്റിംഗ്. ഇന്നും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം എങ്ങനെയാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്? എഫെസ്യ ലേഖനം 1-ാമത്തെ സകലത്തെയും നിറയ്ക്കുന്നവൻ്റെ നിറവെന്ന് പറഞ്ഞു. സകലത്തെയും നിറയ്ക്കുന്നവൻ്റെ നിറവ്. അപ്പം ദൈവത്തിൻ്റെ പണി ഇപ്പോഴെന്തുവാ? ഒന്ന് കേട്ടോണേ. തങ്കൽ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാണെന്ന് കാണിക്കുന്നതിന് കർത്താവിൻ്റെ കണ്ണ് ഭൂമിയിലൊക്കെയും ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുക. ഇപ്പം ദൈവം നോക്കിയപ്പം അവിടെ ഒരു സഹോദരി ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക. എന്താ കരഞ്ഞുകൊണ്ടിരിക്കേണ്ട കാരണം എന്നറിയാമോ? ഒരുപാട് ശൂന്യതകൾ അവളുടെ ജീവിതത്തിലുണ്ട്. ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവരേണ്ട കാര്യങ്ങളൊന്നുമില്ല, ശൂന്യമാണ്. ജീവിതത്തെ സന്തോഷിപ്പിക്കേണ്ട ഒന്നും അവിടെ ഇല്ല. പ്രത്യാശയ്ക്ക് വക നൽകുന്ന ഒന്നുമില്ല, അതും ശൂന്യമാണ്. ഡെയിലി സസ്റ്റനൻസ്, ദൈനംദിന നിലനിൽപ്പുണ്ടല്ലോ, നമ്മുടെ ഭാഷ പറഞ്ഞാൽ കഞ്ഞി കുടിച്ചു പോവുക, അതും കഷ്ടമാണ്, അതും ശൂന്യമാണ്. ഒരുപാട് ശൂന്യതകളുണ്ട്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവും ശിഷ്യന്മാരുമായുള്ള ബന്ധത്തിൻ്റെ അർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു രാത്രി മുഴുവനും വലിക്കുക, ശൂന്യമായ വല, എന്തോരം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ വലിക്കുക. ഓരോ പ്രാവശ്യവും വല തിരിച്ചു വന്നപ്പോൾ ഒന്നുമില്ല, ശൂന്യമാണ്. പക്ഷെ അവർക്കറിയത്തില്ലായിരുന്നു കരയ്ക്കൊരാൾ നിൽക്കുന്നുണ്ട്. ഇയാൾ എന്തോ എന്നറിയാമോ? ശൂന്യതകളെ എണ്ണിക്കൊണ്ടിരിക്കുക. എത്ര പ്രാവശ്യമാണ് ഇവൻ്റെ വല ശൂന്യമായിട്ട് കരയ്ക്ക് വന്നെന്ന് ഒരാൾ എണ്ണിക്കൊണ്ട് നിൽക്കുക. അവർക്കറിയത്തില്ലായിരുന്നു. എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. ശൂന്യമായ വല പല പ്രാവശ്യം വലിച്ച് തളർന്ന് ഇനി ആപ്ലിക്കേഷൻ അയച്ചിട്ട് കാര്യമില്ല, ഇനി ഇൻ്റർവ്യൂവിന് പോയിട്ടും കാര്യമില്ല,
ഒരു പ്രാവശ്യം കൂടെ ടെസ്റ്റ് എഴുതിയിട്ടും കാര്യമില്ല. ഒരു പ്രാവശ്യം കൂടെ ട്രൈ ചെയ്തിട്ടും കാര്യമില്ല. പലപ്പോഴും തിരിച്ചു വന്നപ്പം ശൂന്യമായിരുന്നു. ഇനി ഒരു ഡോറിലും നോക്കി നോക്കി മുട്ടിയിട്ടും കാര്യമില്ല. ശൂന്യതയാ, ശൂന്യത മാത്രമാണ്. എൻ്റെ ഈ മെസ്സേജ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ദൈവത്തോട് പറയാം, കർത്താപ്പച്ച, അങ്ങയുടെ ദാസനാണ് ഈ ബാബു ജോൺ. ഇദ്ദേഹത്തിൽ കൂടെ അങ്ങ് ഞങ്ങൾ കേൾക്കുന്നത് അങ്ങയുടെ ആലോചനയാണ്, അങ്ങയുടെ വചനമാണ് ഞങ്ങൾ വിശ്വസിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം വിശ്വസിക്കാൻ ഞങ്ങളെ അനുവദിക്കണം. എന്താ വിശ്വസിക്കാൻ അനുവദിക്കണം? എൻ്റെ ശൂന്യതയുടെ മണ്ടയ്ക്ക് അങ്ങ് കൈവച്ചിരിക്കുകയാണെന്ന്. എൻ്റെ ശൂന്യതയുടെ മണ്ടയ്ക്ക് അവിടുത്തെ കരം വെച്ചിരിക്കുകയാണെന്ന് വിശ്വസിക്കാൻ എനിക്ക് വരം തരണം. അതിൻ്റെ ആഴം എന്താ? അതിൻ്റെ പരപ്പെന്തുവാ? അതിൻ്റെ ഗ്രാവിറ്റി എന്താ? നാം അളന്നുകൊണ്ടിരിക്കുക. അങ്ങനെ വിശ്വസിക്കാൻ എനിക്ക് വരം തരണം. എൻ്റെ ശൂന്യത അങ്ങ് കണ്ടു കഴിഞ്ഞു. എൻ്റെ ഒന്നുമില്ലാത്ത അവസ്ഥ ഇതുവരെ ആരും അറിഞ്ഞിട്ടില്ല. വീട്ടുകാരുടെയും നാട്ടുകാരുടെയും മുമ്പിൽ, മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ നല്ല മാന്യനായിട്ട് ഞെളിഞ്ഞു നടക്കുക. എൻ്റെ യഥാർത്ഥ അവസ്ഥ എന്താണെന്ന് അവർക്കറിയത്തില്ല. എൻ്റെ ശൂന്യതയെ അവരറിയത്തില്ല. പക്ഷെ എൻ്റെ ശൂന്യതയെ കാണുന്ന ഒരാളുണ്ട്. നോക്കേ, ബേർശേബ മരുഭൂമിയിൽ കൂടെ ഒരു സ്ത്രീ ലക്ഷ്യമില്ലാതെ അലഞ്ഞു നടക്കുക. ഒരു വിളി വന്നു, അബ്രഹാമിൻ്റെ ഭാര്യയായ സാറായുടെ ദാസിയായ ഹാഗാറേ, നീ എവിടെ പോവുക? ഹാഗാറിന് ഒറ്റ മറുപടിയുള്ളൂ, എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടല്ലോ. എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടല്ലോ. വിശ്വസിക്കാൻ ഒരു വരം തരാൻ പ്രാർത്ഥിക്കണം. എങ്ങനെ വിശ്വസിക്കാൻ? എന്നെ ഒരുത്തൻ കാണുന്നുണ്ട്. എന്നെ മാത്രമല്ല, എൻ്റെ ശൂന്യതകളെയും അയാൾ കണ്ടുകൊണ്ടിരിക്കുക. എൻ്റെ ശൂന്യതകളെ കണ്ടുകൊണ്ടിരിക്കുക. അത് നോക്കി രസിച്ചുകൊണ്ടിരിക്കുകയല്ല, കൈവച്ചിരിക്കുക എൻ്റെ ശൂന്യതകളുടെ മേൽ, എൻ്റെ ഇല്ലായ്മയുടെ മേൽ, എൻ്റെ ബലഹീനതകളുടെ മേൽ, എൻ്റെ ദാരിദ്ര്യത്തിന്മേൽ, എൻ്റെ ഒന്നുമില്ലായ്മയുടെ അവസ്ഥയിൽ ഒരാളെ കൈവച്ചിരിക്കുന്നു. എന്തിനാ കൈവച്ചത്? അതിൻ്റെ ആഴവും പരപ്പും അളക്കാൻ. എന്തിനാ കൈവച്ചത്? അത് നിറയ്ക്കാൻ. പിന്നെ ഇപ്പോഴെന്താ നിറയ്ക്കാത്തത്? ദ മോസ്റ്റ് സ്യൂട്ടബിൾ, ദി മോസ്റ്റ് സ്യൂട്ടബിൾ, ദി മോസ്റ്റ് സ്യൂട്ടബിൾ, ദി മോസ്റ്റ് സ്യൂട്ടബിൾ, ഏറ്റവും ഉചിതമായ ഒന്നുകൊണ്ട് അവിടെ വെച്ചിട്ട് വേണം നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യാൻ. നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യാൻ. കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യാൻ ദൈവം നിനക്ക് വേണ്ടി ഒന്ന് മാനുഫാക്ചർ ചെയ്തുകൊണ്ടിരിക്കുക. മോശേ മിസ്രൈമിൽ ജനം വിടുവിക്കപ്പെടാൻ ഉള്ള സാധ്യതയുടെ കണക്കെടുത്താൽ സീറോ പോസിബിലിറ്റി. അസാധ്യത ശൂന്യമാ. മോശേ, ഈ കാര്യം നടക്കാൻ എന്തെങ്കിലും ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടോ നിന്റെ കയ്യിൽ? ഇത് സാധിപ്പിച്ചെടുക്കാൻ ഒരു ആക്ഷൻ പ്ലാൻ നിന്റെ കയ്യിലുണ്ടോ? അല്ല ഇസ്രായേൽ മക്കളിലുണ്ടോ? ശൂന്യമാ.
മോശെ ആ ശൂന്യതയിൽ ഒരാൾ കൈവച്ചിരിക്കുക, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. Now what is going to happen? You will see the fullness. ഇഖയ്യ അഷേർ ഇഖയ്യ. ബലമുള്ള കരത്തിൽ, ബലമുള്ള കരത്തിൽ നമ്മളെ ഏൽപ്പിച്ചിട്ട് വിശ്വാസത്തോടെ നമുക്ക് പറയാം, ഹിയർ ഐ ആം, ഹിയർ ഐ ആം. ഞാൻ അടുത്തു വരിക. എന്തിനാ അടുത്തു വരുന്നത്? ബലമുള്ള കരത്തിനടിയിലാകാൻ. ദൈവം നമ്മളെ സഹായിക്കട്ടെ. താങ്ക് യു.